ഹായ്, ഇത് നമ്മൾ മഹാരാഷ്ട്രയിലെ മധേരൻ ഹിൽ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കി അതിൻ്റെ ലൊക്കേഷനൊക്കെ നോക്കി കണ്ടുപിടിച്ചു അവസാനം. അതായത് നമ്മളൊരു സെമിത്തേരിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? നമ്മൾ ഒരുപാട് സെമിത്തേരികൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് പോകാൻ പോകുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്നില്ലേ, ഇങ്ങനൊരു കാടിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു വെതറിൽ നമ്മളൊരു സെമിത്തേരിയിലേക്ക് പോകുമ്പോഴുള്ളൊരു ഫീലില്ലേ, ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് കേട്ടോ. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഈ വെതറൊക്കെ ഭയങ്കര ഒരു ഫീല്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഭംഗിയാണ്. എന്നാൽ നമ്മുടെ സ്പോട്ട് നമ്മുടെ ഓർമ്മയിൽ വരുമ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ മരമൊക്കെ വീണെടുക്കുന്ന മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ നുഴഞ്ഞ് കയറിയിട്ടൊക്കെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മളീ പോയ സമയത്ത് മധേരനിൽ നല്ല ഹെവി റെയിനുള്ള സമയത്താണ് പോയിക്കൊണ്ടിരുന്നത്. രാത്രി ഇതിലും കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നിങ്ങനെ പോയിട്ട് അവിടെ സെമിത്തേരി ഏകദേശം നമുക്ക് കാണുന്നുണ്ട്. അവിടെ എന്താവും എന്നറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. കാരണം അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമായതുകൊണ്ട് അവിടെ എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ഇതായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഫ്രണ്ടിലെത്തി അതിൻ്റെ ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആണ്. കാരണം ഇപ്പോൾ അത് അങ്ങോട്ടേക്ക് ആരും പോവാത്തതുകൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഈ സെമിത്തേരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1900 നമ്മുടെ ഫോറിനേഴ്സ് ഇവിടെ വന്നിട്ടുള്ള സമയത്ത് ഇവിടെ നിന്ന് മരിച്ചുപോയ അവർക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സെമിത്തേരിയാണിട്ടത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് എത്തി. ഇവിടെയൊക്കെ ഈ ഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമുക്കൊരു നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, ഞാൻ ഫിലിമുകളിലൊക്കെ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം കണ്ടിട്ടുള്ളൂ ഈ ഒരു വെതറിൽ. അപ്പോൾ അത് കയറുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു വേറൊരു ഫീല് വരും. അങ്ങനെ നമ്മൾ ഈ ഓരോ ശവക്കല്ലറേൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അതിലിങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണുമ്പോൾ മധേരനെ കുറിച്ചിട്ട് അവർ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് വായിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകളുടെ ശവക്കല്ലറകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ അതിൽ കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഒരു മാലാഖയുടെ ഒരു സിമ്പിളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ സെമിത്തേരി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിൽ ആ സ്ഥലത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള അതൊക്കെ, പിന്നെ കുട്ടികളതുണ്ട് ഇവിടുന്ന് മരിച്ചു പോയവരുടെ. അപ്പോൾ